ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതുമാത്രമല്ലല്ലോ, നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുക, സർവകലാശാലകളിൽ സംഘപരിവാറിനെ തിരികെ കയറ്റുക, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിക്കുക, ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകമറിയുന്ന സമരം നടത്തേണ്ടതുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എതിരെ എന്ന് ഞാൻ കരുതുകയാണ്. കാരണം കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. മത തീവ്രവാദികൾ, അത് ഏത് ആ, വിഭാഗത്തിൽ നിന്നുള്ളതാണെങ്കിലും അവർക്ക് പ്രവേശനം നൽകാത്ത ഒരു ഇടമാണ്, ഒരു ഭൂപ്രദേശമാണ് കേരളം. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഗവർണറെ കെട്ടിയിറക്കി ഈ നിലയിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് സംസ്ഥാന സർക്കാരിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ SFIയുടെ സമരത്തോട് യോജിച്ച് നിൽക്കുന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗവർണർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. അപ്പം മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു SFIയുടെ സമരത്തെ, ഇടതുപക്ഷത്തിൻ്റെ സമരത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കാം അവരെടുക്കുന്നുണ്ടാവുക. ഇതൊരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വാഹനം തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അതിനെതിരെ കരിങ്കൊടി കാണിക്കുക എന്നുള്ളതല്ല. കേരളത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളാണ് മുൻനിരയിൽ നിൽക്കുന്നത് എന്ന് കാണിക്കാൻ കൂടിയുള്ള ഒരു സമരമായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ നിരീക്ഷണം അതാണ്. എന്തുകൊണ്ടായിരിക്കാം SFI ഇപ്പോൾ നവകേരള സദസ്സ് നടക്കുന്നതിനിടെ ഒരു ക്രമസമാധാന പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ തന്നെ നൽകുന്ന ഒരു ഉത്തരം, അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2-3 മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സംഘപരിവാറിനെതിരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങളാണ് എന്ന് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക, വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇപ്പോൾ കൃത്യമായ രീതിയിൽ പ്രത്യക്ഷ നിലപാടിലേക്ക് SFI എത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ന്യായീകരണങ്ങൾ എന്താണെന്നറിയോ? ഇവിടെ നല്ല രീതിയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം കേരളം നമ്പർ 1 തന്നെയാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് വല്ലാത്ത രീതിയിൽ താളം തെറ്റിയിരിക്കുകയാണെന്ന്. എന്നിട്ട് അദ്ദേഹം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളുടെയൊക്കെ വിശേഷം നമ്മൾ കണ്ടതാണല്ലോ. അത് കേരള ഹൈക്കോടതി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കണ്ടാണല്ലോ. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള നാഗ്പൂരിൻ്റെ അജണ്ടയുമായി വന്ന ഒരാൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യമാണ് ഇപ്പോൾ ഇടതുപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. Meet the editors.